നിരഞ്ജൻ ഇത്ര നന്നായിട്ട് കോമഡി ചെയ്യാൻ പറ്റുന്ന ആരാ പറഞ്ഞത്? ഞാൻ ശരിക്കും പണ്ടോട്ടെ ഒരു കോമഡി ഐറ്റം ആണ് ഞാൻ, പക്ഷെ അത് പടത്തിൽ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു വിഷമം ഉണ്ടായിരുന്നു. കുറേ തെറി കേട്ടിട്ടുണ്ട്, കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്, കളിയാക്കൽ കിട്ടിയിട്ടുണ്ട്, എല്ലാം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ അങ്ങനെ ലാലേട്ടൻ മണിമല രാസാറിന്റെ പടം കൃഷ്ണേട്ടനായിരുന്നു ഡയറക്ടർ. എല്ലാവരും നോക്കി കണ്ടിരിക്കുന്ന ഒരു പടത്തിന്റെ റൈറ്റർ തന്നെയാണ്. അതിന് പ്രോപ്പർ എന്റർടൈനിങ്, മറ്റേ മാസ് പടം, എന്റർടൈനിങ്, ആക്ഷൻ, ഫൈറ്റ് സാധനം തന്നെയാണ്. ലീഡ് ക്യാരക്ടർ എനിക്ക് തരുന്ന പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ ഞെട്ടിപ്പോയത്. അപ്പോൾ അത്രയും ട്രസ്റ്റ് ചെയ്യാനുള്ള ആയോ എന്നൊക്കെ ഞാൻ സെൽഫ് ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു. ചോദിച്ചോ കൃഷ്ണേട്ടനോട്? ചോദിച്ചപ്പോൾ ചിലപ്പോൾ ഇനിയിപ്പോൾ മാറ്റിയല്ല മോശമാണെങ്കിൽ പറയും, മാൻ ഇത് ഭയങ്കര ബോറാണ് മാൻ, അങ്ങനെ പൊട്ടയാണ് മാൻ, പൊട്ട. നിങ്ങൾ ഭയങ്കര ഹിറ്റ് കോമ്പോ ഉള്ളൂ. ഇപ്പൊ രക്ഷിത് പറയുന്നുണ്ട്, ഞാൻ വേണം നിന്നെ രക്ഷിക്കുക എന്നുള്ള സാധനങ്ങളൊക്കെയാണ് ഇപ്പൊ പറഞ്ഞോണ്ടിരിക്കുന്നത്. ഞാൻ ഉണ്ടെങ്കിൽ നീ രക്ഷ, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഓക്കെ പറയാം. ഇപ്പൊ ആലോചിക്കുന്ന ഫൈനൽസിൽ ഇപ്പോഴൊരു പോയിന്റിലാണ് ഞാൻ അഭിനയിച്ചിരുന്നെങ്കിൽ കുറേയും കൂടെ ഡിഫറൻറ്റും കാര്യങ്ങളും നല്ല സാധനങ്ങളൊക്കെ എനിക്ക് അത് കുറേ മറ്റേ അതിൻ്റെ അകത്ത് റൂം ഫോർ ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. എനിക്ക് വളരെ ഓഡിഷൻസേ ഉള്ളൂ, അതാണ് പ്രശ്നം. എന്നാൽ ഞാൻ ഒരു പടത്തിന് വേണ്ടി ഓഡിഷൻ ചെയ്തു, പക്ഷെ അവർക്ക് ഓക്കെ ആയിരുന്നു. സ്റ്റാർ വാല്യൂ ഉള്ള ആക്ടർ വന്ന സമയത്ത് അതിൽ നിന്ന് മാറ്റി. പിന്നെ അല്ലാതെ ഞാൻ ഹിന്ദി ഒരു പടത്തിന് ഞാൻ ഓഡിഷൻ ചെയ്തിരുന്നു. ഒരു കണക്കിന് ഇപ്പോൾ അല്ലെങ്കിൽ രക്ഷപ്പെട്ടെന്നാണെങ്കിൽ ബാക്കിയുള്ള ഇൻഡസ്ട്രീസും അതൊക്കെ വെച്ച് നോക്കുമ്പോൾ അവരുടെയൊക്കെ ബോളിവുഡിലൊക്കെ കാരവാൻ ബഡ്ജറ്റ് ആയിരിക്കും, നമ്മുടെ കാരവാന് വേണ്ടി വെച്ചിരിക്കുന്ന ബഡ്ജറ്റ് ആയിരിക്കും നമ്മുടെ ഫേസിന്റെ ഒരു മറ്റേ കുട്ടിത്തത്തിന്റെ ഒരു സാധനം ഇടയ്ക്കിടയ്ക്കൊക്കെ പറയും. എനിക്കപ്പോൾ അത് ഒരു വില്ലൻ ക്യാരക്ടർ കാണാൻ അവർ ഇതൊക്കെ ബ്രേക്ക് ചെയ്യാന്നൊക്കെ ഇങ്ങനെ കൊടൂര പറ്റും. ഹായ് ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു അവർ ഷോ അൺടോൾഡ് വിത്ത് അജി. ഇന്ന് നമ്മുടെ കൂടെ കുറച്ച് അൺടോൾഡ് സ്റ്റോറീസ് പറയാനുള്ളത്. മസ്തിഷ്ക മരണം കണ്ട ആരും ഈ ഒരു ക്യാരക്ടർ മറക്കാൻ സാധ്യതയില്ല. ഒരുപാട് സിനിമ ഇനിയും അദ്ദേഹത്തിന് കിട്ടണമെന്ന് മസ്തിഷ്ക മരണം കണ്ടപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരാളാണ് നമ്മളോടൊപ്പം ഉള്ളത്. സോ ലെറ്റ് മീ വെൽക്കം നിരഞ്ജൻ. സോ ഹായ്. ഈ ഫൈനൽസ് കണ്ടു കഴിഞ്ഞപ്പോൾ ആളുകൾക്ക് ഭയങ്കര പ്രതീക്ഷ വന്നൊരു ആക്ടർ കൂടെയാണ്. കാരണം അതിന് മുമ്പ് സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഫൈനൽസ് ആണ് ഇയാളെ കൊണ്ട് ഇത് പറ്റും എന്നുള്ളൊരു സാധനം എല്ലാവർക്കും തോന്നിയത്. അത് കഴിഞ്ഞിട്ടിപ്പോൾ മസ്തിഷ്ക മരണം വരുന്നു. ശരിക്കും എങ്ങനെ ഓവർവെൽമിംഗ് ആയിട്ടുള്ള റെസ്പോൺസുകൾ കിട്ടുമ്പോൾ ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ എന്താ? ശരിക്കും സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്, ഭയങ്കര സന്തോഷമാണ് ആൾക്കാർ പറയുമ്പോൾ. പക്ഷേ പിന്നെ ഉള്ളിൽ പക്ഷേ വേറൊരു സാധനം കൂടെ ഇങ്ങനെ ഇനിയും നമ്മൾ നല്ല അടിപൊളി പ്രോജക്ട്സിൻ്റെ ഭാഗമാണോ, അല്ലെങ്കിൽ അഭിനയിക്കണം, സാധനങ്ങൾ ചെയ്യണം, ഇനിയും പറ്റും, അല്ലെങ്കിൽ ഇനി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും എന്നൊക്കെയുള്ള അങ്ങനെയുള്ള തോട്ട്സാണ് കൂടുതൽ വരുന്നത്. മറ്റേ മെസ്സേജസും കാര്യങ്ങളും വിളികളൊക്കെ വരുമ്പോൾ ഭയങ്കര സന്തോഷം. അത് ഭയങ്കര സന്തോഷം തന്നെയാണ്. ഈ ശരിക്കും നിരഞ്ജൻ ഇത്ര നന്നായിട്ട് കോമഡി ചെയ്യാൻ പറ്റുന്ന ആരാ പറഞ്ഞത്? ഞാൻ ശരിക്കും പണ്ടോട്ടെ ഒരു കോമഡി ഐറ്റം ആണ് ഞാൻ, പക്ഷെ അത് പടത്തിൽ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു വിഷമം ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ പടത്തിൽ മറ്റേ നാലര സംഘത്തിലാണെങ്കിലും ഇതിലൊക്കെ ആണെങ്കിലും ചെറുതായിട്ടൊക്കെ ഉപയോഗിക്കാനുള്ള ചാൻസ് കിട്ടി. അപ്പം ഇനിയും കോമഡി പടം ചെയ്യണം എന്നൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യം തന്നെയാണ്. അല്ല ശരിക്കും പറഞ്ഞാൽ ഇപ്പം കോമഡി ചെയ്യാന്ന് പറയുമ്പോൾ രാജ് സാർ ഉണ്ടാക്കിയിട്ടുള്ള ഇപ്പുറത്തെ ഭയങ്കര വലിയൊരു ലെഗസി ഉണ്ട് ശരിക്കും. അപ്പൊ കോമഡി ചെയ്യുമ്പോഴായിരിക്കും ഏറ്റവും കൂടുതൽ ആ പ്രഷർ ഭയങ്കരമായിട്ട് കിട്ടുക. ഇതിൽ വരുമ്പോ ഇതിലെ ക്യാരക്ടർ ഭയങ്കര നോക്കുമ്പോൾ ഭയങ്കര ഫണ്ണിയാണ്, പക്ഷെ അയാളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളൊന്നും ഫണ്ണിയാണ്. അപ്പൊ ശരിക്കും ഈ ഫസ്റ്റ് കൃഷ്ണേട്ടന് ഈ ഫസ്റ്റ് ഇങ്ങനെ തോട്ട് പറയുമ്പോ എന്താ ഫസ്റ്റ് പറയുമ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഞാനൊക്കെ യൂഷ്വലി വർഷങ്ങളായിട്ട് നമ്മൾ സിനിമകൾ കാണുന്നതാണല്ലോ, ചെറിയ പ്രായം തൊട്ട് സിനിമകൾ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു എന്താ ഇപ്പം OTT ഒക്കെ ആയാലും കുറേ ലാംഗ്വേജസ് നിന്ന് പടങ്ങൾ വരുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ജോണറാണ് ഈ സൈഫൈ, അല്ലെങ്കിൽ എനിക്ക് പോസ്റ്റ് അപ്പോക്കലിപ്റ്റിക് വേൾഡ്, അല്ലെങ്കിൽ ഫ്യൂച്ചർ കാണിക്കുന്നത്. ഇപ്പോൾ എനിക്ക് എലീസിയം, ബ്ലേഡ് റണ്ണർ ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള പടങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ ഒരു തോട്ട് മലയാളത്തിൽ നിന്ന് ഉണ്ടാകുന്നതെന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയി. പിന്നെ അതിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ കോമഡിയിലൂടെ ഒക്കെ പറഞ്ഞു പോകുന്നു, നമുക്ക് റിലേറ്റബിൾ ആയിട്ടുള്ള കോമഡിയിലൂടെ പറഞ്ഞു പോകുന്നു എന്ന് പറയുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടപ്പോഴത്തേക്ക്. അത് എന്നെ വെച്ച് പ്ലാൻ ചെയ്തപ്പോൾ ഞാൻ ഇങ്ങനെ അയ്യോ, ഐ മീൻ രജിഷ് മറ്റേ ഫീമെയിൽ ക്യാരക്ടറാണ് സെൻട്രൽ, എന്നാലും ഈ ഒരു ലീഡ് ക്യാരക്ടർ എനിക്ക് തരുന്ന പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ ഞെട്ടിപ്പോയത്. അപ്പോൾ അത്രയും ട്രസ്റ്റ് ചെയ്യാനുള്ള ആയോ എന്നൊക്കെ ഞാൻ സെൽഫ് ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു. ചെയ്ത് കഴിഞ്ഞ് ഇപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ ചോദിച്ചോ കൃഷ്ണേട്ടനോട്? ചോദിച്ചപ്പോൾ ചിലപ്പോൾ പുള്ളി ആലോചിച്ചാലോ എന്നെ പറ്റി, ഇനിയിപ്പോൾ മാറ്റിയല്ല. ഞാൻ ചോദിച്ചില്ല, ഞാൻ ഉള്ളിൽ ചോദിച്ചു. അല്ല ശരിക്കും ചാക്കറ്റ് പിടിക്കണ അത് ചുമ്മാ ചാക്കറ്റ് പിടിച്ചല്ല, എനിക്കൊരു നല്ലൊരു ഫിലിം മേക്കർ പരിചയപ്പെടാൻ പറ്റി, കാണാൻ പറ്റി. പുള്ളിയുടെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ചോദിക്കാം, പക്ഷെ ഒരുപാട് പുള്ളിനെ ഇറിറ്റേറ്റ് ചെയ്യാൻ പാടില്ലല്ലോ. ഞാൻ ചോദിച്ചു എനിക്ക് ചാൻസ്. ഞാൻ അതിപ്പോൾ എല്ലാ ഡയറക്ടേഴ്സും, എനിക്ക് ഇഷ്ടമുള്ള എല്ലാ ഫിലിം മേക്കേഴ്സിനും ഞാൻ മെസ്സേജ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ചോദിക്കാറുണ്ട്. അതിപ്പം കുറച്ചും കൂടെ രസമായി. കാരണം അവരും ഇപ്പോൾ പടം കണ്ടിട്ട് ഇങ്ങോട്ട് മെസ്സേജ് ഒക്കെ അയച്ച് തുടങ്ങുന്നൊരു പോയിന്റിലോട്ടൊക്കെ എത്തിയപ്പോൾ ഭയങ്കര സന്തോഷം. അപ്പോൾ വീണ്ടും ചോദിക്കാമല്ലോ, ഇപ്പൊ ചോദിക്കൊരു കാരണം ഉണ്ടല്ലോ. അപ്പോൾ ചന്ദൻ്റെ അടുത്ത് ഞാൻ അതുപോലെ ചോദിച്ചു. അപ്പം പുള്ളി പറഞ്ഞു നോക്കാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് നാലര സംഘം എൻ്റെ പ്ലാനിങ് നടക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിളിച്ചത്.
പക്ഷെ അതില് ട്രാൻസ്ഫോർമേഷൻ ഒക്കെ വേണ്ടി വന്നില്ലേ ശരി? 4 സംഘത്തിന് നമ്മൾ ആദ്യം സ്കൂൾ കാലഘട്ടം എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അങ്ങനെ ആ ലുക്ക് പിടിക്കുന്ന പരിപാടിയും പിന്നെ അത് ഒറ്റ ഷെഡ്യൂളിലാണ് തീർത്തത്. അപ്പോൾ ആദ്യം സ്കൂളിൽ നിന്ന് എടുത്ത് തുടങ്ങി, പിന്നെ പതുക്കെ ഫുഡൊക്കെ കഴിച്ച് താടിയൊക്കെ വളർന്ന് ചെറിയ നരയൊക്കെ അങ്ങനെയൊക്കെ അങ്ങ് ആ 40 എത്തുന്ന വരെയുള്ള സാധനങ്ങൾ എടുത്തോണ്ട്. അത് ഒരു ഭയങ്കര റിയൽ എക്സ്പീരിയൻസ് ആയിരിക്കും മുന്നോട്ടുള്ള സിനിമയിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ തീർച്ചയായിട്ടും അത് ഒരു ഭയങ്കര എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. 4 സംഘവും ഭയങ്കര ആൾക്കാർക്ക് കണ്ടവർക്കെല്ലാം ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ്. അപ്പം അവിടെ നിന്ന് തുടങ്ങി. അപ്പം ഇത് മസ്തിഷ്കത്തിൽ വരുമ്പോഴും അങ്ങനെ അപ്പം എനിക്ക് കുറച്ചുകൂടെ റെസ്പോൺസിബിലിറ്റിയും കൂടെ കൂടി എന്ന് തോന്നുന്നുണ്ട്. ഇൻ ദ സെൻസ് എന്നെ ഇപ്പോൾ വിളിക്കുന്ന പലരും പറയുന്നത് ഇനിയിപ്പം ഭയങ്കര എന്താണ് ഇതുപോലെ കെയർഫുൾ ആയിട്ട് നല്ല സാധനങ്ങൾ ചെയ്ത് പോയാൽ മതി എന്ന് പറയും. അത് സത്യമാണ്. ചില ആൾക്കാരൊക്കെ വിളിച്ച് മറ്റേ എന്താ പറയുക, പൈസ ആവശ്യമാണല്ലോ. അപ്പോൾ ഇപ്പോൾ വരുന്ന പടങ്ങളൊക്കെ ചില പടങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ടി വന്നേക്കാം. പക്ഷെ എന്നാലും റെസ്പോൺസിബിൾ ആയിരിക്കും കൂടുതലും. ശരിക്കും അച്ഛൻ എന്താ പറഞ്ഞത് സിനിമ മസ്തിഷ്കം കണ്ടിട്ട്? നമ്മുടെ ഒരു ഏജ് നമ്മളിത് എന്താ പറയുക, ഇതൊരു ഫോക്കസ് ചെയ്തേക്കുന്നത് തന്നെ ഒരു 15 to 45 ഏജ്, ആ ഏജ് ഗ്രൂപ്പിലാണ് ഇത് ഫോക്കസ് ചെയ്തേക്കുന്നത്. അതിലും ഇങ്ങനെ കുറച്ചും കൂടെ ഈ ഇങ്ങനത്തെ ജോണറിനോട് അത്ര അറിയാവുന്ന ആൾക്കാരാണെങ്കിൽ കുറച്ചും കൂടെ ഇഷ്ടപ്പെടും പടം, ഭയങ്കര ഇഷ്ടപ്പെടും. അച്ഛൻ്റെ ഏജ് അതല്ല, എന്നിട്ട് പോലും അച്ഛൻ പടം കണ്ടിട്ട് അതിൻ്റെ ഒരു കുറേ ഐഡിയ മനസ്സിലായി, കുറച്ച് കൺഫ്യൂഷൻസ് ഉള്ളതൊക്കെ ചോദിച്ചു, ഇഷ്ടപ്പെട്ടു, തമാശകൾ ഇഷ്ടപ്പെട്ടു, ക്ലൈമാക്സ് സെക്കൻഡ് ഹാഫ് പെർഫോമൻസ് എല്ലാം ഭയങ്കര ഹാപ്പിയാണ് പുള്ളി. ഫസ്റ്റ് ടൈം ആണോ സിനിമ കണ്ടിട്ട് ഭയങ്കര പോസിറ്റീവായിട്ട്? അല്ല, ഇതിനുമ്പം ഫൈനൽസ് ആണെങ്കിലും അതിന് മനോരമമാണെങ്കിലും സീരീസ് ആണെങ്കിലും ഒക്കെ കണ്ടിട്ട് നല്ല പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്രാവശ്യം കുറേ ആൾക്കാർ അച്ഛനെ അല്ലാതെ വിളിക്കുകയും കൂടെ ചെയ്തു. അച്ഛനെ വിളിച്ചും കൂടെ പറഞ്ഞപ്പം അത് പുള്ളി ഭയങ്കര സന്തോഷമായിരുന്നു. മോനെ പറ്റി ഇപ്പോൾ സ്കൂളിലാണെങ്കിൽ ടീച്ചർ വിളിച്ചിട്ട് മോൻ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമായിരിക്കുമല്ലോ. അപ്പോൾ അതുപോലെയൊക്കെ തന്നെ ഈ ശരിക്കും ഈ കരിയർ തുടങ്ങുന്ന സമയത്ത് ഈ നമുക്കൊരു മൂവ്മെന്റ് ഉണ്ടാവുമല്ലോ, ഇനി സിനിമയാണ്, ഇനി സിനിമ മതി, നമുക്ക് വേറെ പരിപാടിയൊന്നും വേണ്ട. ആ തീരുമാനം ശരിക്കും ഏത് സ്റ്റേജ് മുതലാ ഞാനൊരു ഈ പടങ്ങൾ ഭയങ്കരമായിട്ട് കണ്ടു തുടങ്ങിയത് ഒരു 6ാം ക്ലാസ് 7ാം ക്ലാസ് സമയത്താണ്. എൻ്റെ ചേട്ടനും ഞാനും തമ്മിൽ 7 വയസ്സ് വ്യത്യാസമുണ്ട്. അപ്പം പുള്ളി കുറെ കിടലും പടങ്ങളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നെയും കൂടെ ഇരുത്തി കാണിക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ ഒരുമിച്ചിരുന്ന് ഒരുപാട് സിനിമകൾ കമ്പ്യൂട്ടറിൽ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കും. ചേട്ടൻ ഡൗൺലോഡ് ചെയ്യും, ഞാനിരുന്ന് കണ്ടുകൊണ്ടിരിക്കും. ഇംഗ്ലീഷ് പടങ്ങളും എല്ലാം കണ്ടുകൊണ്ടിരിക്കും. അങ്ങനെ കണ്ടുകൊണ്ട് എനിക്ക് അപ്പം ഭയങ്കര അതിനോടുള്ളൊരു, പിന്നെ അത് ചേട്ടൻ മൂവ് ഔട്ട് ചെയ്ത് ഇൻ ദ സെൻസ് പഠിക്കാൻ പോയി, പിന്നെ ജോലിക്കൊക്കെ ഗുജറാത്തിലൊക്കെയാണ് ജോലി. അപ്പം അങ്ങനെ പുള്ളി പോയപ്പോൾ ഞാൻ പിന്നെ പടങ്ങളൊക്കെ ഇരുന്ന് ഫുൾ ടൈം ഡൗൺലോഡ് ചെയ്ത് ഞാനും ഇരുന്ന് കാണാൻ കോളേജ് സമയത്ത്, സ്കൂൾ സമയത്ത്. അപ്പോൾ ഭയങ്കരമായിട്ട് അഭിനയിക്കണം എന്നുള്ളൊരു ആഗ്രഹം കൂടിയിട്ടാണ് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് ഫസ്റ്റ് പടം അഭിനയിക്കുന്നത്, ബ്ലാക്ക് ബട്ടർഫ്ലൈ എന്നാണ്, സ്കൂൾ കഴിഞ്ഞ സമയത്ത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും കോളേജ് തീർത്തു, ഞാൻ മാസ്റ്റേഴ്സ് ചെയ്തു. അതെല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും തിരിച്ചു വന്നിട്ട് ആരെങ്കിലുമൊക്കെ അസിസ്റ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷെ അതിന് മുമ്പ് എനിക്കൊരു ഞാനും അച്ഛനും കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ കണ്ടിട്ടാണ് ഒരു ബോബി എന്ന് പറഞ്ഞ പടം വന്നത്. അപ്പം ബോബി ചെയ്യാൻ പറ്റി. പിന്നെ അത് കഴിഞ്ഞിട്ട് അങ്ങനത്തെ കുറച്ച് പടങ്ങളൊക്കെ ചെയ്ത് വന്നപ്പോഴാണ് ഫൈനൽസ് വന്നത്. അപ്പം ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നത് കുറച്ച് ഇങ്ങനെ എല്ലാം ഒരു ജേണി പെട്ടെന്ന് കിട്ടുന്നൊരു സാധനം ആയിട്ട് തോന്നുന്നില്ല. ഇപ്പം എൻ്റെ ഇതിൽ എസ്പെഷ്യലി പെട്ടെന്ന് ഉണ്ടായതുപോലെ അല്ല, ഇങ്ങനെ കുറേ തെറി കേട്ടിട്ടുണ്ട്, കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്, കളിയാക്കൽ കിട്ടിയിട്ടുണ്ട്, എല്ലാം കിട്ടിയിട്ടുണ്ട്. അപ്പം പിന്നെ അങ്ങനെ 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 രസം തന്നെയാണ് ശരിക്കും താത്വികാവലോകനത്തിലൊക്കെ ഭയങ്കര കിടിലൻ ക്യാരക്ടർ ആയിരുന്നു. കാരണം ഭയങ്കര, അതായത് ഭയങ്കര പീക്ക് ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരു യൂത്തിനെ ശരിക്കും നമുക്ക് ലൈഫ് എക്സ്പീരിയൻസ് ഉണ്ടാവല്ലോ പല കാര്യങ്ങളും. ഇപ്പം ഒരുപാട് കമന്റുകൾ വായിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ കുറച്ചാൾ മുമ്പ് വരെ ഒരുപാട് കമന്റുകൾ വായിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ നെപ്പോ ടാഗ് ഒരുപാട് കിട്ടിയിട്ടുള്ള ആളും കൂടിയാണ്. ശരിക്കും ഇപ്പൊ അതൊക്കെ കാണുമ്പോൾ എന്താ ഫീൽ ചെയ്യണേ? ആദ്യ ആളുകൾ തന്നെ പെർഫോമൻസ് ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ സന്തോഷം. പിന്നെ എൻ്റെ അച്ഛൻ പണ്ടേ പറയും, ഇപ്പം നമ്മുടെ ബിഗ് എംസ് അല്ലെങ്കിൽ മോഹൻലാലിന്റെ കാര്യം പറയുമ്പോൾ എപ്പോഴും പറയുന്ന കാര്യമാണ്, പുള്ളി ഇങ്ങനെ സക്സസ്സും ഫെയിലിയറും ഒന്നും പുള്ളിനെ അങ്ങനെ എഫക്ട് ചെയ്യാത്തൊരു. അപ്പം അതുപോലെ നല്ല കമൻസിൽ നമ്മൾ ഭയങ്കര സന്തോഷിക്കുകയും ചെയ്യരുത്, മോശം കമൻസിൽ വിഷമിക്കുകയും ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ തെറിവിളി കേട്ടാലും എനിക്ക് ഓക്കെയാണ്, പൊക്കി പറഞ്ഞാലും ഞാൻ ഓക്കെയാണ്, എന്ത് പറഞ്ഞാലും ഞാൻ ഓക്കെയാണ്, ഹാപ്പിയാണ്. ഇങ്ങനെ പോകുന്നു. ഇതിനകത്ത് ഏറ്റവും ഫേവറേറ്റ് സീൻ ഏതാ? അയ്യോ, എൻ്റെ അത് എനിക്കൊന്ന് കോടതിയിലെ മോണലോഗ് സാധനം, ക്ലൈമാക്സിൻ്റെ അടുത്തുള്ള മോണലോഗും ഉണ്ട്. പിന്നെ ഞാൻ ഈ കുഴിച്ചിടാൻ കൊണ്ടുവന്നൊരു സംഭവം, അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ തിയേറ്ററിലൊക്കെ ഇരുന്ന് നല്ല ചിരിയൊക്കെ ആയിരുന്നു. അപ്പം ആ സീനും രസമുള്ള പരിപാടിയാണ്. ഈ വണ്ടി അത് ശരിക്കും എങ്ങനെയാ നിങ്ങൾ ഷൂട്ട് ചെയ്തത്? കാരണം ട്രാവൽ ചെയ്യുമ്പോഴും കുറെ ഡയലോഗ്സ് ഉണ്ട്. വണ്ടി അത് മറ്റേ അകത്തുള്ള ഷോട്ടുകളൊക്കെ നിർത്തിയിട്ടുള്ള സാധനങ്ങൾ എടുക്കുകയായിരുന്നു പല പല ആക്സിസിൽ. അല്ലാതെ നമ്മൾ ഡ്രൈവിങ്ങിലും കുറച്ച് ഷോട്ടുകൾ എടുത്തു. നന്ദുചേട്ടൻ എന്തായിരുന്നു ഇപ്പൊ? പുള്ളി പിന്നെ കിടിലല്ലേ, ചില സാധനങ്ങളൊക്കെ കൈ നേടുന്നതൊക്കെ ഭയങ്കര രസമാണ്. അത് ചില ആൾക്കാർ പറഞ്ഞു ആ പടം ഒന്നും കൂടെ കാണുമ്പം കുറേയൊക്കെ ഡയലോഗുകൾ വീണ്ടും
കുറെ അതിന്റെ ഇടയിൽ കുറെ കൗണ്ടറുകൾ പോകുന്നുണ്ട്, നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. ഐ മീൻ ശ്രദ്ധിക്കുന്ന നമ്മൾ ഈ ഇതെന്താ സംഭവിക്കുന്നുള്ള നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പല കൗണ്ടറുകളൊക്കെ പറയുന്ന നന്ദുചേട്ടനാണെങ്കിലും ഞാൻ കുറച്ച് കയ്യിൽ നിന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ അതൊക്കെ സെക്കൻഡ് വാച്ചിലൊക്കെ അത് കുറെ സാധനങ്ങൾ കേട്ടിട്ട് ഇപ്പൊ ഇന്നലെയൊക്കെ രണ്ടുമൂന്ന് കണ്ടിട്ട് വീണ്ടും വിളിച്ചു ആ സാധനം കേട്ട് ഇപ്പോഴാണ് കേട്ടതെന്നൊക്കെ. ഈ സെൽഫ് ഇംപ്രൈസേഷൻ കൃഷ്ണാന്തേട്ടൻ എങ്ങനെ ഓക്കെ ആണോ? പുള്ളി ഓക്കെയാണ്, അതാണ് ഏറ്റവും വലിയ ഭാഗ്യം. അതായത് നാലര സംഘം തൊട്ട് തുടങ്ങിയതാണ് ഞാൻ കുറച്ച് ഇങ്ങനെയൊക്കെ. ഇപ്പൊ നാലര സംഘത്തിലും എന്റെ ക്യാരക്ടർ അൽത്താഫ് ഭയങ്കര ക്വയറ്റ് ഒരുത്തനാണ്, ഇങ്ങനെ സൈഡിൽ മാറിയിരിക്കുന്ന ഒരുത്തനും ഇവരുടെ ഗ്യാങ്ങിലുണ്ടെന്നുള്ള ഒരു ഇതേ ഉള്ളൂ, ഇങ്ങനെ കൂടെ നിൽക്കുന്നൊക്കെ ഉള്ളൂ. പക്ഷെ ഞാൻ ആദ്യത്തെ ദിവസം ഷൂട്ടിന്റെ സമയത്ത് ചുമ്മാ ശംഭുവിന്റെ ക്യാരക്ടർ മണി എന്ന ക്യാരക്ടർ പാട്ട് പാടുമ്പോൾ ഞാൻ സൈഡിൽ നിന്ന് ഇങ്ങനെ ഡാൻസ് ഒക്കെ കളിച്ചപ്പോഴത്തേക്കും കൃഷ്ണൻ പറഞ്ഞു, മാൻ നിങ്ങൾ ഈ മീറ്റർ പിടിക്കുകയാണെങ്കിൽ ഈ മീറ്റർ തന്നെ പിടിക്കണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ആ സന്തോഷം, ഞാൻ പിടിക്കാം. അങ്ങനെ ഞാൻ പിന്നെ എല്ലായിടത്തും വന്ന് ചുമ്മാ കൗണ്ടർ അടിക്കുന്നതും അവിടെ എന്തെങ്കിലുമൊക്കെ പറയാം, അങ്ങനെ ഒരു ക്യാരക്ടർ അങ്ങനെ ആയി. അങ്ങനെ ആയി കഴിഞ്ഞപ്പോൾ തുടക്കം അങ്ങനെയല്ല, ഫസ്റ്റ് ഇതിലെ കുറച്ച് വ്യത്യാസം ഉണ്ടായിരുന്നു. ഫസ്റ്റ് കൃഷ്ണന്റെ എഴുതിയതിലും അൽത്താഫ് സൈലന്റ് ക്യാരക്ടറാണ്, ഭയങ്കര മിണ്ടാതിരിക്കുന്ന ഒരു പാവം അങ്ങനത്തെ ക്യാരക്ടറാണ്. ഇതിപ്പോ മാറി കുറച്ച് അങ്ങനത്തെ ഒരു കൗണ്ടറും കോമഡി അടിച്ച് അങ്ങനെ നടക്കുന്ന ഒരുത്തനായല്ലോ. അപ്പം കൃഷ്ണന്റെ അടുത്ത് പക്ഷേ എന്തെങ്കിലും നമ്മൾ സജഷൻ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി നല്ലതാണെങ്കിൽ പുള്ളി പറയും, അല്ലെങ്കിൽ പുള്ളിക്ക് ഇഷ്ടപ്പെട്ട പുള്ളി പറയും ഓക്കെ മാൻ നിങ്ങളത് ഇട്ടോ. മോശമാണെങ്കിൽ പുള്ളി പറയും മാൻ ഇത് ഭയങ്കര ബോറാണ് മാൻ, പൊട്ടയാണ് മാൻ പൊട്ട. അപ്പം ഞാൻ പറഞ്ഞു ഓ ഷിറ്റ്. അപ്പോഴും വീണ്ടും മറ്റേ റൂം ഫോർ ഇംപ്രൂവ്മെന്റ് അല്ലെങ്കിൽ അടുത്തൊരു സാധനം ഉണ്ടാക്കിക്കൊണ്ട് ചെല്ലാനുള്ള ഫ്രീഡം അവിടെ ഉണ്ട്. അത് ഭയങ്കര രസമാണ്. പുള്ളിക്ക് അങ്ങനെ ഒരു കൊളാബറേറ്റീവ് സാധനം ഭയങ്കര ഇഷ്ടമാണ്, എല്ലാവരും കൂടെ നിന്ന്. ഇപ്പം ഇതിനകത്താണെങ്കിലും നമ്മളും ദിവ്യപ്രഭയും രജിഷ അല്ലെങ്കിൽ ആൻ സലീമും ശ്രീനാഥും നമ്മളെല്ലാവരും കൂടെ നിന്നിട്ട് സംസാരിച്ച് എന്ത് ചെയ്യാം അവിടെ എന്ത് ചെയ്യാം മിഥുൻ നമ്മളെല്ലാവരും ഇങ്ങനെ സംസാരിച്ചിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പം അത് പുള്ളി തരുന്ന ആ ഫ്രീഡം അടിപൊളിയാണ്. ഈ കോട്ട് സീനിലും അങ്ങനെ തന്നെയായിരുന്നു. കോട്ട് സീനിലും എല്ലാവരുടെയും ഡിസ്കഷൻ നമ്മളെല്ലാവരും അവിടെ ഇരിപ്പുണ്ട്. ജഗദീശങ്ങൾ പോലും ഇത്ര സീനിയർ ആക്ടർ പോലും ഈ ബാക്കി ഡയലോഗ് എടുക്കുമ്പോഴും പുള്ളി അവിടെ ഇരുന്ന്, അപ്പം അത് ഭയങ്കര രസമുള്ളൊരു സാധനമല്ലേ. എല്ലാവരും കൂടെ ഇരുന്നും നമ്മളെല്ലാവർക്കും സപ്പോർട്ട്, ഒരാൾ ചെയ്യുമ്പോഴത്തേക്കും ബാക്കി എല്ലാവരും ആ സപ്പോർട്ടിനും കാര്യങ്ങൾക്കും. മറ്റേതല്ലെങ്കിൽ ഓക്കെ പുള്ളിയുടെ ഒരു ടൈറ്റ് ഫ്രെയിം എടുക്കുമ്പോൾ ബാക്കി എല്ലാവർക്കും അങ്ങ് പോവാം, ആരും വേണ്ട അവിടെ. പക്ഷെ ഇത് എല്ലാവരും ഇരിക്കും ആ സമയത്ത്, ആ ഒരു ഫീൽ കിട്ടാനും എല്ലാവരും അവിടെ ഉണ്ട്. ജഡ്ജി നമ്മുടെ ഷിൻസേട്ടനും അവിടെ തന്നെ ഇരിപ്പുണ്ട്. പുള്ളിനെ അവിടെ കയറ്റി അവിടെ ഉണ്ട് പുള്ളി. അപ്പം അതൊക്കെ ഭയങ്കര രസമുണ്ടാവും. ഈ വിഷ്ണു അഗസ്ത്യമായിട്ടുള്ള കോമ്പിനേഷൻ സീനുകളും പുള്ളി ഗംഭീരം. എനിക്ക് എടുത്തു പറഞ്ഞ ഞാൻ വിഷ്ണു ബ്രോനെ ഞാൻ പിന്നെ വിളിച്ച് പറയുകയും ചെയ്തു, ഭയങ്കര ഒരു കിടില ആക്ടറാണ് പുള്ളി. കിടില ആക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കണ്ടില്ലേ, പുള്ളി വരുന്ന സാധനങ്ങളെല്ലാം പുള്ളി പവർഫുൾ ആയിട്ടാണ് സംസാരിക്കുന്നത്, കോമഡിയൊക്കെ ഈസി ആയിട്ട് എല്ലാം മറ്റേ ഈസി ഹാൻഡ്ലിംഗ് ആണ്. അപ്പൊ പുള്ളി ഞാൻ ഒരുമിച്ചാണ് ഇരിക്കുന്നത്, നമ്മൾ തമ്മിൽ നല്ല കമ്പനിയാണ്. അപ്പൊ ഞാനിരുന്ന് പുള്ളിനെ ഇങ്ങനെ ചുമ്മാ പുള്ളി മറ്റേ ലൈൻസ് ഒക്കെ പഠിച്ചോണ്ടിരിക്കുമ്പോൾ ഞാൻ സൈഡിൽ ഇരുന്ന് മറ്റേ കോമഡിയൊക്കെ അടിച്ചോണ്ടിരിക്കും. പുള്ളി പറയും ഇവരെ കൊണ്ട് വലിയ ശല്യമായില്ലെന്ന് പറയാൻ, മറ്റേ നമ്മൾ തമ്മിൽ അങ്ങനെ ആ ബന്ധമാണ്. നല്ല ആക്ടറാ. ഈ ശരിക്കും നാടക സംഘത്തിന്റെ ഏറ്റവും മെയിൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ ട്രിവാൻഡ്രം സ്ലാങ് ആണ്. അതും ഭയങ്കര രസമുള്ള ട്രിവാൻഡ്രം സ്ലാങ്. നിരഞ്ജൻ അതില് ഭയങ്കര അടിപൊളിയാണ് ശരിക്കും ട്രിവാൻഡ്രം സ്ലാങ്ങില്. ശരിക്കും അത് സിനിമയിലേക്കൊന്നും ഭയങ്കര ഹെൽപ്പ് ചെയ്തു. അല്ലെങ്കിൽ സ്വന്തം സ്ലാങ് ആണ് ഏറ്റവും കോൺഷ്യസ് ആവാന്ന് ഞാൻ കേട്ടിട്ടുണ്ട് പലരും പറയാം. സ്വന്തം ലാംഗ്വേജ് ചെയ്യുമ്പോൾ ഭയങ്കര കോൺഷ്യസ് ആയി പോകും. ഇതില് ശരിക്കും എങ്ങനെയായിരുന്നു? ഈ ട്രിവാൻഡ്രം സ്ലാങ് എന്ന് പറയുമ്പോൾ മറ്റേ ട്രിവാൻഡ്രം സ്ലാങ് പിടിക്കുക എന്തൊരു അങ്ങനെയൊന്നും നമ്മൾ സംസാരിക്കാറില്ല നോർമൽ. എനിക്ക് അറിഞ്ഞൂടാ എൻ്റെ എങ്ങനെയാണ്, ഐ ഡോണ്ട് നോ ഹൗ ഇറ്റ് സൗണ്ട്സ് ഫോർ ഔട്ട് സൈഡേഴ്സ്. പക്ഷെ എനിക്കത് ഞാൻ പറയുമ്പം ഇതൊക്കെ തന്നെയാണ്, അത് തന്നെ ഞാൻ പറയുന്ന പോലെ തന്നെയാണ് എനിക്ക് അതിന് എൻ്റെ അകത്തൊരു. ഇപ്പൊ ഫോർ എക്സാമ്പിൾ അതിൻ്റെ അകത്ത് മണി എന്ന് പറഞ്ഞ ക്യാരക്ടർ ശംഭു ബോംബെയിലൊക്കെയാണ് പുള്ളി വളർന്നതും ഒക്കെ. പുള്ളിക്ക് മലയാളം, പക്ഷെ പുള്ളി അതിനു വേണ്ടി സ്ലാങ്ങും കാര്യങ്ങളും എല്ലാം പഠിച്ചും അങ്ങനെ. ഞാനും ശ്രീനാഥും സ്കൂൾ ബഡീസാണ്, നമ്മൾ ഒരേ ബാച്ചാണ്. അപ്പം ഞാൻ ശ്രീനാഥ് ഞാനും ഭയങ്കര അപ്പോഴേ റാപ്പോ ഭയങ്കരമാണ്. അപ്പൊ എനിക്കും അവനും കൂടെ കോമഡി അടിക്കാൻ എളുപ്പമാണ്, കാരണം എത്ര വർഷമായിട്ട് കാണുന്നതാണ്, 10-15 വർഷമായിട്ട് കാണുന്നില്ല. അപ്പം പക്ഷെ ശംഭു എന്നിട്ടും അങ്ങനെ ചെയ്തു. സഞ്ജു ബ്രോ പുള്ളി നാട് ട്രിവാൻഡ്രം അല്ലല്ലോ, പക്ഷെ പുള്ളി അത് വേണ്ടി പഠിച്ചു. എല്ലാവരും അതിനുവേണ്ടി എഫർട്ട്. വിഷ്ണു ബ്രോ കൊല്ലമാണെന്ന് തോന്നുന്നു. അപ്പം അങ്ങനെ എല്ലാവരും അങ്ങനെ ഒരു എന്താ പറയാ സ്ഥാനത്തിൽ വന്ന് അങ്ങനെ ചെയ്യുമ്പോൾ എനിക്കിപ്പം ഇത്രയും ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റിയത് എനിക്ക് തോന്നുന്നു ഫൈനൽസിലും മധുരമനോരമ ഫൈനൽസിന് കുറച്ച് ആ ഒരു കട്ടപ്പന ആ ഒരു സാധനം ചെറുതായിട്ട് പിടിച്ചിട്ടുണ്ട്. കറക്റ്റ് ആണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, എവിടേക്കോ എന്തൊക്കെയോ ഇങ്ങനെ തോന്നിപ്പോവും. ഈ ഫൈനൽസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ശരിക്കും എങ്ങനെയാ അതിനുവേണ്ടി ഫിസിക്കലായിട്ട് കുറച്ച് പണിയെടുത്തിട്ടുണ്ട്, കുറച്ച് ഓട്ടവും പരിപാടികളും ട്രെയിനിങ് ഒക്കെ. മെന്റലി എന്തായിരുന്നു ഇതിന്റെ ഒക്കെ? കാരണം നമുക്കറിയാലോ ക്യാരക്ടർ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ആ സിനിമയില്. അപ്പൊ കുറച്ചുകൂടെ റെസ്പോൺസിബിലിറ്റി ആയോന്ന് എനിക്ക് അന്ന്. പക്ഷെ ഇപ്പം ആലോചിക്കുമ്പോൾ ഫൈനൽസിൽ ഇപ്പോഴൊരു പോയിന്റിലാണ് ഞാൻ അഭിനയിച്ചിരുന്നെങ്കിൽ കുറേ കൂടെ ഡിഫറൻറ്റും കാര്യങ്ങളും നല്ല സാധനങ്ങളൊക്കെ എനിക്ക് അത് കുറേ മറ്റേ അതിൻ്റെ അകത്ത് റൂം ഫോർ ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്, നല്ല രസമാക്കായിരുന്നു ഞാൻ ഇപ്പം ഇങ്ങനെ നിന്ന് ആലോചിക്കുന്നത് കാണുമ്പോൾ. നല്ല സിനിമയാണ്, അവരുടെയൊക്കെ പെർഫോമൻസ് അടിപൊളിയാണ്, രജിഷയുടെയും സുരേന്ദ്രൻ്റെ ആണെങ്കിലൊക്കെ. പക്ഷെ ഞാനിങ്ങനെ അറിയും
കുറച്ചും കൂടെ എനിക്കത് കുറച്ചും കൂടെ നന്നാക്കാമായിരുന്നു. കാരണം ഞാൻ അത് കഴിഞ്ഞിട്ടൊക്കെയാണ് ഞാൻ ഈ വർക്ക്ഷോപ്പ് ആക്ടിങ് വർക്ക്ഷോപ്പിനൊക്കെ പോയതും മറ്റേ ആദിശക്തിയിലൊക്കെ പോയതൊക്കെ അതിന് ശേഷമാണ്. അപ്പോൾ അതെനിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തു. അതും കൂടെ ഒക്കെ വെച്ചും ഒക്കെ പുതിയ പുതിയ രീതിയിലും നമ്മൾ ഈ എക്സ്പീരിയൻസിലും കാര്യങ്ങളൊക്കെ വെച്ച് കുറച്ചുകൂടെ നന്നാക്കാമായിരുന്നു തോന്നില്ല. ഈ കൃഷ്ണാനന്ദനോട് വർക്ക് ചെയ്യുമ്പോഴേ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ ഒരു വേറെ ഡയറക്ടേഴ്സിന്റെ ഒക്കെ സിനിമയിൽ പോകുമ്പോൾ ശരിക്കും അതേ വേറൊരു സ്കൂൾ ഓഫ് മേക്കിംഗ് തന്നെയാണ്. നമ്മൾ സിനിമകൾക്കും ഒരു നീഷ് ഓഡിയൻസ് ഉണ്ട്. ആ നീഷ് ഓഡിയൻസിന് ഭയങ്കര കൾട്ട് ഫാൻ ഫോളോയിങ് അദ്ദേഹത്തിനുണ്ട്. ശരിക്കും വേറെ ഡയറക്ടേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പോകുമ്പോൾ എങ്ങനെയാ ഭയങ്കര ഡിഫറൻസ് ഫീൽ ചെയ്യും? എല്ലാവർക്കും അവരുടേതായ ശൈലികൾ എന്നുള്ള ഇപ്പം കൃഷ്ണാന്തേട്ടന് ഇപ്പം ആക്ടേഴ്സിനെ വെച്ച് അഭിനയിപ്പിക്കും പലരും പല രീതിയിലുള്ള പെർഫോമൻസും പല സാധനങ്ങളാണ്, പല വീക്ക്നെസ്സുകളും സ്ട്രോങ് പോയിന്റ്സുമാണ്. അതേപോലെ തന്നെ നമ്മൾ വേറെ ഡയറക്ടേഴ്സ് പോകുമ്പോൾ അവരുടെ ഒരു വേറെ സ്റ്റൈലായിരിക്കും, അതും രസമുള്ള പരിപാടികളൊക്കെ ആയിരിക്കും. അപ്പം എല്ലാവരുടെയും നല്ല സാധനങ്ങൾ എടുക്കുക, അടിപൊളി പടങ്ങളിൽ അഭിനയിക്കുക, അതൊക്കെ തന്നെയാണ് ഒരു നല്ലൊരു അങ്ങനെ ഒരു മൂവിങ് ഫോർവേഡ്. അതാണ് ബെസ്റ്റ് ഐഡിയ. ഇത് കഴിഞ്ഞിട്ട് ശരിക്കും റോളുകൾ വന്നോ? പിന്നെ പടങ്ങൾ വിളിക്കുന്നുണ്ട്, സാധനങ്ങളുണ്ട്. നമ്മൾ പ്ലാനിങ്ങിലാണ് ചില സാധനങ്ങളൊക്കെ. അതൊക്കെ എൻ്റർലി വേറെ സാധനങ്ങളാണ്. ഫോർ മറ്റേ റോം കോമും മറ്റേ കോളേജ് പരിപാടിയും റിയൂണിയും അങ്ങനത്തെ പരിപാടികളൊക്കെയാണ്. അത് ഓണായിട്ടുണ്ടോ? അതിങ്ങനെ അതിന്റെ ഡിസ്കഷൻ ഓണായി, ഡിസ്കഷനും പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ ശരിക്കും ഞങ്ങൾക്ക് ലാലേട്ടൻ മണിമല രാജ് സാറിന്റെ പടം എല്ലാരും പറഞ്ഞ സമയം കൃഷ്ണാനന്ദനായിരുന്നു ഡയറക്ടർ. ശരിക്കും അതിന്റെ അപ്ഡേറ്റും ഇതിന്റെ ഇടയില് പല സോഷ്യൽ മീഡിയയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ ഷൂട്ട് സപ്പോസ് ടു ബി ഇങ്ങനെ ഇതാണെന്നാണ്. ശരിക്കും എന്താ അതിന്റെ അപ്ഡേറ്റ്? ശരിക്കുള്ള അപ്ഡേറ്റ് അവിടുന്നുള്ള ഒരു കോൾ, ഐ മീൻ അവിടുന്ന് ഒരു ഇത് വന്നിട്ട് വേണം നമുക്കത് വെളിയിൽ പറയാൻ പറ്റുന്നത്. പക്ഷെ ഒരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് സാധനമാണ്, അടിപൊളി സാധനമാണ്. ഇപ്പം ഒരു വരാൻ പോകുന്ന ഒരു ഭയങ്കര എന്താ പറയുക, വളരെ എല്ലാവരും നോക്കി കണ്ടിരിക്കുന്ന ഒരു പടത്തിന്റെ റൈറ്റർ തന്നെയാണ്. അതിനും ആരും ഞാൻ പറയുന്നില്ല. അപ്പം അത് ഒരു കിടന്ന പ്രോജക്റ്റാണ്. കൃഷ്ണാന്തേട്ടൻ്റെ ജോണറിൽ നിന്ന് വേറൊരു എൻറ്റയർലി ഡിഫറെൻറ്റ് ജോണറും കൂടെയാണ്. ഒരു ഫുൾ മാസ് പടമാണ് അത്. പക്ഷെ എന്നാലും ഒരു സ്റ്റൈലിൽ എവിടെയെങ്കിലൊക്കെ ആ ടച്ച് വരും. പക്ഷെ ഒരു പ്രത്യേകതരം സാധനം തന്നെ. അവർ രണ്ടുപേരും ഒന്നിക്കുമ്പോൾ, ലാലേട്ടനും മണിമല രാജ് സാർ ഒന്നിക്കുമ്പോൾ ഒരുപാട് ഹിറ്റ് സിനിമകൾ നമുക്ക് എയോട്ടോ മുതൽ ചോട്ടാമുമ്പൊക്കെ, അതും ഹെവി എന്റർടൈനേഴ്സ് ആണ് രണ്ടുപേരും. രാജ് സാറ് എപ്പോഴും എന്റർടൈനിങ് സിനിമകളുടെ ആളാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ ആ രീതിയിലാണോ ശരിക്കും പ്രോപ്പർ എന്റർടൈനിങ്, മറ്റേ മാസ് പടം, എന്റർടൈനിങ് ആക്ഷൻ ഫൈറ്റ് സാധനം തന്നെയാണ്. അതുണ്ടോ? ഇല്ല എന്റെ സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ ഞാൻ നോക്കി എല്ലായിടത്തും ഞാൻ ഇങ്ങനെ, ഐ മീൻ എന്റെ കഥ ഇങ്ങനെ പറയുന്ന സമയത്തൊക്കെ നോക്കി, എന്ത് ചെയ്തിട്ടും ഇല്ല. ഒരു പാസിംഗ് റോൾ ഒക്കെ അതൊക്കെ ഞാൻ എവിടെയെങ്കിലും കയറി അവിടെ നിൽക്കും. കാരണം എന്തായാലും പ്രൊഡക്ഷൻ അത് അങ്ങനെ സാധനമാണ്, എന്തായാലും ഞാൻ കൂടെ കാണുമല്ലോ കൂടെ. അപ്പം ഞാൻ ഇങ്ങനെ എവിടെയെങ്കിലും, പക്ഷെ ഞാൻ പറഞ്ഞു പക്ഷെ എന്തായാലും പറഞ്ഞു അതിൻ്റെ ഒരു റോളും എനിക്കില്ല, കണ്ടിട്ടൊന്നും തോന്നുന്നില്ല, ഒന്നുമില്ല. അത് അതിനെപ്പറ്റി എന്തോ അതൊന്നും പ്രശ്നമേ ഉള്ള കാര്യമല്ല. നമുക്ക് ആ ഒരു കോമ്പിനേഷൻ അടിപൊളിയാകുക എന്നുള്ള പടം അടിപൊളിയാകുക എന്നുള്ള സാധനം. ഇപ്പോൾ ജീവിതത്തിൽ പല രീതിയിലുള്ള സിനിമകൾ കണ്ടിട്ടുണ്ടാവും. ഭയങ്കര ഫാസിനേറ്റ് ചെയ്തിട്ടുള്ള ഒരു 3 സിനിമകൾ ഏതൊക്കെയായിരിക്കും? ഒരു സജഷൻ പറയാമെങ്കിൽ. കുറേ സിനിമകൾ ആക്ച്വലി അത് നമ്മൾ കണ്ടുകൊണ്ടും ഇരിക്കുകയാണ്, പുതിയ പടങ്ങൾ നമ്മൾ കണ്ടുപിടിച്ചുകൊണ്ടും ഇരിക്കുകയാണ്. പക്ഷെ പെട്ടെന്ന് അറ്റ് ടോപ്പ് ഓഫ് മൈ ഹെഡ് ഞാൻ വേണമെങ്കിൽ എൻഡ് ഓഫ് വാച്ച് എന്ന് പറഞ്ഞ പടം ജേക്ക് ജിലൻഹാലിൻ്റെ, അല്ലെങ്കിൽ പിന്നെ ഇതുപോലെ അല്ലെങ്കിൽ നെസസറി ഡെത്ത് ഓഫ് ചാർലി കൺട്രിമൻ എന്ന് പറഞ്ഞ പടം. ഞാൻ ജസ്റ്റ് അങ്ങനെ വെളിയിൽ നിന്നുള്ള പടങ്ങളാണ് പറയുന്നത്. പിന്നെ നോ കൺട്രി ഫോർ ഓൾ മാൻ. മലയാളത്തിൽ അങ്ങനെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പടങ്ങൾ ഒരുപാട് സിനിമകൾ മലയാളത്തിലാണ് ഇഷ്ടം പോലെ ഉള്ളത്. അപ്പം ഞാൻ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന പടങ്ങൾ ഹരിഹർ നഗറും പഞ്ചാബി ഹൗസും പിന്നെ അങ്ങനെ, അല്ലെങ്കിൽ എനിക്ക് കിലുക്കം ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള പടങ്ങളാണ്. സന്ദേശം, അങ്ങനെയുള്ള കുറേ സിനിമകൾ കണ്ടുകൊണ്ടിരിക്കും. ഈ പലർക്ക് ഇപ്പൊ നേരത്തെ ആക്ടിംഗ് വർക്ക്ഷോപ്പിനെ കുറിച്ച് പറഞ്ഞോട് ചോദിക്കാം. ഈ പലർക്കും ശരിക്കും നമ്മൾ ആക്ടിംഗ് വർക്ക്ഷോപ്പ് ചെയ്തു അല്ലെങ്കിൽ നമ്മൾ ഒരു ഓഡീഷൻ കൊടുത്തു എന്നൊക്കെ പറയാൻ മടിയുള്ള ഒരുപാട് പേരുണ്ട്. പക്ഷെ നമ്മൾ പുറത്തൊക്കെ നോക്കുമ്പോ ഇപ്പൊ ഹിന്ദി പോലും അതൊക്കെ ഭയങ്കര കോമൺ ആണ്. ശരിക്കും പാളിപ്പോയ ഓഡീഷൻസ് ഒക്കെ ഉണ്ടോ? എനിക്ക് പാളിപ്പോയ ഓഡിഷൻസേ ഉള്ളൂ, അതാണ് പ്രശ്നം. എന്നാൽ ഞാൻ ഒരു പടത്തിന് വേണ്ടി ഓഡിഷൻ ചെയ്തു, പക്ഷെ അവർക്ക് ഓക്കെ ആയിരുന്നു. പക്ഷെ 2 പ്രാവശ്യം ഓഡിഷൻ ചെയ്തു. പക്ഷെ കുറച്ചുകൂടെ സ്റ്റാർ വാല്യൂ ഉള്ള ആക്ടർ വന്ന സമയത്ത് അതിൽ നിന്ന് മാറ്റി. പിന്നെ അല്ലാതെ ഞാൻ ഹിന്ദി ഒരു പടത്തിന് ഞാൻ ഓഡിഷൻ ചെയ്തിരുന്നു. അതിപ്പോൾ എന്താ പരം സുന്ദരി എന്നൊരു പടത്തിലെ ഒരു റോളിന് വേണ്ടി ഒരു റോളിന് വേണ്ടി ഓഡിഷൻ ചെയ്തു. ആദ്യം താടി വെച്ച് ഓഡിഷൻ ചെയ്തു. അപ്പം എൻ്റെ അടുത്ത് താടി എടുക്കണമെന്ന് താടി എടുത്ത് ക്ലീൻ ഷേവ് ചെയ്ത് ഓഡിഷൻ ചെയ്തു. താടി എടുത്തത് തന്നെ മിച്ചം, അത് കിട്ടിയില്ല. പക്ഷെ ഒരു കണക്കിന് ഇപ്പം അല്ലെങ്കിൽ രക്ഷപ്പെട്ടെന്ന് വേണമെങ്കിൽ. അത് ഏത് റോളായിരുന്നത്? അത് അതിൻ്റെ അകത്ത് എനിക്ക് തോന്നുന്നു മറ്റേ തേർഡ് ക്യാരക്ടർ എന്തോ ഒരു പരിപാടിയായിരുന്നു. എന്തോ അതിൻ്റെ ഇടയിൽ വരുന്ന ഒരു സാധനം, മലയാളി ക്യാരക്ടർ തന്നെയാണ്. അപ്പം കൃഷ്ണാന്തേട്ടൻ ഓഡിഷൻ വെക്കോ അല്ലെങ്കിൽ നമ്മൾ പിന്നെ ഓഡിഷനും സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എങ്ങനെയാ
കൃഷ്ണേട്ടന്റെ ഒരു വേ ഓഫ് അല്ല പുള്ളി എൻ്റെ പടങ്ങും ഇത് ഇപ്പം മദനമനോഹര മോഹം ഒക്കെ കണ്ട് അങ്ങനെ എന്തോ അങ്ങനെയൊക്കെ ഇഷ്ടപ്പെട്ടും ഫൈനൽസും പുള്ളി കണ്ടിട്ടുണ്ട്, പുള്ളി പടങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അങ്ങനെയാണ് ഒന്ന് ട്രൈ പുള്ളിക്ക് എന്നാലും ഫിഗറിങ് ഔട്ടായിരുന്നു എങ്ങനെയായിരിക്കും പുള്ളി ഈ പടത്തിൽ വരുമ്പോൾ എങ്ങനെ ഇരിക്കും എന്നുള്ള ഒരു സാധനം ഉണ്ടായിരുന്നു. അപ്പൊ സീരീസിൽ വരുമ്പോൾ പിന്നെ കുറച്ച് ദിവസമൊക്കെ വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയി. അപ്പൊ നമ്മൾ ഭയങ്കര കമ്പനിയായി, നമ്മൾ ഫ്രണ്ട്സ് ആയി കഴിഞ്ഞാൽ എല്ലാവരും. അപ്പൊ പിന്നെ ഭയങ്കര എളുപ്പമായി. പിന്നെ എന്നെ കൊണ്ട് അത്യാവശ്യം കുറെയൊക്കെ പറ്റും എന്നൊക്കെ പുള്ളിക്ക് ഒരു തോന്നലും കൂടെ മനസ്സിലുണ്ടായി. അപ്പൊ പിന്നെ എളുപ്പമായി. ഈ ശരിക്കും ഷൂട്ട് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ ഒരു ഫ്ലാറ്റ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണല്ലോ. അതിനകത്ത് ഫ്ലാറ്റിന്റെ ഉള്ളിൽ ഇന്റീരിയർ എത്ര ദിവസം കൊണ്ടൊക്കെ സെറ്റ് ചെയ്ത്? അത് എനിക്കൊന്ന് ഇന്റീരിയർ സെറ്റ് ചെയ്തേക്കുന്നത് ഇവിടെ നമ്മുടെ ഒരു സ്റ്റുഡിയോ തന്നെയാണ്, ജോക്കർ സ്റ്റുഡിയോ. അപ്പൊ അതിൻ്റെ അകത്ത് ഏതാണ്ട് 4-5 ദിവസം കണ്ടോ അതിൻ്റെ അകത്ത് തന്നെ ഉണ്ടായിരുന്നു, 5 ദിവസം. അപ്പൊ അതിൻ്റെ അകത്ത് ഇങ്ങനെ സാധനങ്ങൾ ഫൈറ്റ് ഉണ്ട്, അതിൻ്റെ അകത്തൊരു സാധനമുണ്ട്, പിന്നെ ടബിൽ കിടക്കുന്നത്, അങ്ങനെ കുറെ പരിപാടികൾ അതിൻ്റെ അകത്തുണ്ട്. 4-5 ദിവസം ഉണ്ടായിരുന്നു. ഈ സിനിമയുടെ ഒരു പ്രധാന ഭാഗമാണ് ഒരു ഹോട്ടല്. ആ ഹോട്ടലിൽ നിങ്ങൾ 2 പേര് ഒരേ ക്യാരക്ടറായിട്ട്, 2 പേരല്ല ശരിക്കും പുള്ളിയാണ്, പുള്ളിയുടെ പല പല ക്യാരക്ടേഴ്സ് ആയിട്ട് വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് തന്നെ കൺഫ്യൂഷൻ ആയി ശരിക്കും? ഇല്ല, നമ്മൾ അവര് ശരിക്കും കൺഫ്യൂഷൻ വരേണ്ടത് അവർക്കാണ്. ഐ മീൻ ഡയറക്ഷൻ ടീമിൽ. പക്ഷെ അവർക്ക് കൺഫ്യൂഷൻ ഇല്ല, അവരെടുക്കുന്നു. പിന്നെ എഡിറ്റ് ചെയ്ത് കാണുമ്പോൾ എല്ലാം കറക്റ്റ് ആയിട്ട് വരുന്നു. ഞാനും പുള്ളിയും തമ്മിലുള്ള സാധനം അത് ഞാനും പുള്ളിയും കൂടെ ഡിസ്കസ് ചെയ്ത്, അതായത് രാഹുൽ ബ്രോ ആയിട്ട് ഇങ്ങനെ പറഞ്ഞു നമുക്ക് ഇങ്ങനെ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട്, ഞാനും ഇങ്ങനെ ചെയ്യും, കണ്ണാടി നോക്കും സാധനം, അതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് പുള്ളിയും കൂടെ ഉണ്ടായിരുന്നു. എൻ്റെ എടുക്കുമ്പോഴും പുള്ളി എടുക്കുമ്പോൾ ഞാനും ഉണ്ടായിരുന്നു. അത് ശരിക്കും ഷൂട്ട് തിയേറ്ററിൽ ഭയങ്കര വർക്കായ സീക്വൻസുകൾ ഒന്നായിരുന്നു. നിങ്ങൾ 2 പേരും ഒരുമിച്ച് അത് വരുന്നത്. അപ്പൊ ഓപ്പോസിറ്റ് രജീഷ് എന്തായിരുന്നു ശരിക്കും? പിന്നെ പുള്ളിക്കാരുടെ കാര്യം പിന്നെ എടുത്ത് പറയേണ്ട ആവശ്യമില്ല. ഗംഭീര പെർഫോമറാണ്, ഭയങ്കര പ്രൊഫഷണലാണ്, അതൊക്കെ ഭയങ്കര ഷാർപ്പാണ് ആള്. ഒരു ഇതുമില്ല, എങ്ങനെ എന്ത് റിയാക്ഷൻ അവിടെ കൊടുത്തു അത് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യാനൊക്കെ ആള് ഗംഭീരമാണ്. അത് തന്നെ അതുപോലെ അഭിനയിക്കും. പുള്ളിക്കാരിക്കല്ലേ ശരിക്കും ഒരാളായിട്ട് ഇന്ന് 2 പേരോട് അഭിനയിക്കേണ്ടത്, ഒരേ സാധനങ്ങൾ കണ്ടിന്യൂറ്റി ഒക്കെ നോക്കേണ്ടതെല്ലാം പുള്ളിക്കാരിയാണ്. സ്റ്റേറ്റ് അവാർഡ് വിന്നിംഗ് ആക്ട്രസ് അല്ലേ, അടിപൊളിയാണ്. നിരഞ്ജന്റെ നിങ്ങൾ ഭയങ്കര ഹിറ്റ് കോമ്പോളൂ. ഇപ്പൊ 3ാമത്തെ പടമായി, ഹാട്രിക് ആയി. അപ്പൊ അതിനെ നിങ്ങൾ ഡിസ്കസ് ചെയ്തോ? അത് ഇപ്പൊ രജിഷ പറയുന്നുണ്ട്, ഞാൻ വേണം നിന്നെ രക്ഷിക്കുക എന്നുള്ള സാധനങ്ങളൊക്കെയാണ് ഇപ്പൊ പറഞ്ഞോണ്ടിരിക്കുന്നത്. ഞാൻ ഉണ്ടെങ്കിൽ നീ രക്ഷ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഓക്കെ പറയട്ടെ. ഫസ്റ്റ് ഡേക്ക് മുമ്പ് പ്രിവ്യൂ ഉണ്ടായിരുന്നു. പ്രിവ്യൂല് ഒരുപാട് പേര് പടം കണ്ട് ഇഷ്ടപ്പെട്ടു. ശരിക്കും നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ എന്തായിരുന്നു പ്രിവ്യൂ ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഡിസ്കഷൻ? അത് കുറെ പേര് ഈ സ്റ്റോറി ഒക്കെ ഇടുമ്പോൾ നമ്മൾ അതെല്ലാം എടുത്ത് ഗ്രൂപ്പിൽ ഇടുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും അപ്രീഷിയേറ്റ് ചെയ്യുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും പൊക്കുന്നു, ഇതൊക്കെ തന്നെ. നിങ്ങളുടെ പ്രൊമോഷൻസ് ആകെ ഭയങ്കര വൈബ് ആയിരുന്നു. നിങ്ങളെല്ലാം പോകുന്ന എല്ലായിടത്തും പോകുന്നിടത്ത് എല്ലാവരും അറിഞ്ഞു നല്ല ടീം വന്നിട്ടുണ്ട് എന്നിങ്ങനെ. ശരിക്കും എന്താ ടീമിന്റെ ഒരു ഐസ് ബ്രേക്കിംഗ് ഫാക്ടർ എന്തായിരുന്നു ഫസ്റ്റ് മീറ്റ് ചെയ്യുന്ന? പടം തുടങ്ങി എനിക്ക് ആ സമയം തൊട്ട് നമ്മൾ പെട്ടെന്ന് വൈബായി. പക്ഷെ അതൊരു ഈ ഒരു ഹോൾ പ്രോസസ്സിൽ നമ്മളങ്ങ് ഭയങ്കര ബന്ധം, ഭയങ്കര എൻജോയ്, ലൈക്ക് സ്കൂൾ ഫ്രണ്ട്സ്, കോളേജ് ഫ്രണ്ട്സ് ട്രിപ്പിന് പോകുന്ന പോലെ നമ്മളെല്ലാം എൻജോയ് ചെയ്യുന്നു. നമ്മൾ അതിന് വേണ്ടി പ്രൊമോഷന് വേണ്ടി ബാംഗ്ലൂർ പോയി, എല്ലാം പോയി. ഷൂട്ടിന് വേണ്ടി നമ്മൾ തായ്ലൻഡിൽ പോയി, ഹോങ്കോങ്ങിൽ പോയി. മറ്റേ വെളിയിൽ നടക്കുന്ന സാധനങ്ങളൊക്കെ എവിടെ നിന്ന് തായ്ലൻഡിൽ പോയി, ഹോങ്കോങ്ങിൽ പോയി, അങ്ങനെ അതെല്ലാം ഷൂട്ട് ചെയ്തു. അതൊക്കെ ഞാൻ നടക്കുന്നതാ. അത്രയും കിട്ടുന്ന VFX ഒക്കെ ലോകത്തുണ്ട്. അത് തായ്ലൻഡാണ്, ഹോങ്കോങ്. എൻ്റെ വീട് തന്നെ മറ്റേ ബിൽഡിംഗ് ഇല്ലേ, അത് അർബൻ സ്ലം എന്ന് പറയുന്നത് ഹോങ്കോങ്ങിലെ മോസ്റ്റ് ഫേമസ് സാധനമാണ്. വേൾഡിൽ തന്നെ ഇത് ലാർജസ്റ്റ് അർബൻ സ്ലം ആണത്. അവിടെയൊക്കെ വോൺകർ റോയിൻ്റെ പടങ്ങളൊക്കെ ഷൂട്ട് ചെയ്യുന്ന അങ്ങനത്തെ സ്ഥലങ്ങളാണ്. അപ്പം പക്ഷേ ഹോങ്കോങ്ങിൽ ഞാനും കൃഷ്ണേട്ടനും നമ്മുടെ DOP പ്രയാഗ് ബ്രോ ആണ്, നമ്മൾ 3 പേരാണ് പോയത്. തായ്ലൻഡിൽ നമ്മൾ ഒരു ഫുൾ പടം ഉണ്ടായിരുന്നു, ശ്രീനാഥ് ഉണ്ടായിരുന്നു, മറ്റൊരു അസാസിനേഷൻ സീനൊക്കെ ഇല്ല, അതെല്ലാം തായ്ലൻഡിലാണ്. അല്ല, എന്നിട്ടും ഈ പറഞ്ഞ പോലെ ഇതിന് ഭയങ്കര ബഡ്ജറ്റ് കൺസ്ട്രെയിൻസും കാര്യങ്ങളൊക്കെ. അപ്പൊ കൃഷ്ണേട്ടനൊക്കെ ഭയങ്കര പ്രിസൈസ് ആണ്. പുള്ളി ഭയങ്കര നോക്കിയും കണ്ടും ഒക്കെയാണ് ചെലവാക്കുന്നത്. അപ്പൊ ഒരു പ്രൊഡ്യൂസർ ഫ്രണ്ട്ലി, ഒരു പ്രൊഡ്യൂസറിന് മറ്റേ എന്താ പറയാ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു അങ്ങനത്തെ ഡയറക്ടറാണ്. കാരണം വളരെ എല്ലാം മനസ്സിലാക്കിയൊക്കെ വർക്ക് ചെയ്തതാണ്. പുള്ളി എടുത്തിരിക്കുന്ന പടങ്ങളൊക്കെ വാവസ്യവും പുരുഷപ്രേതം എല്ലാം അതിൻ്റെയൊക്കെ അകത്തു നിന്നും ഒക്കെ എടുത്ത് പടം. ഇത് ഇപ്പം ഒരു ഭയങ്കര പുള്ളി അത് വെച്ച് നോക്കുമ്പോൾ പുള്ളി ഭയങ്കര ലാർജ് സ്കെയിൽ പടമാണ് മസ്തിഷ്കം. പക്ഷെ അത് ഹാപ്പി. എല്ലാവരും വിചാരിക്കുന്ന ഒരു ഭയങ്കര ബിഗ് സ്കെയിൽ സൈഫൈ പടം എന്നാണ്. ശരിക്കും ഞങ്ങൾ കാണുന്ന ബിഗ് സ്കെയിൽ സൈഫൈ പടം അല്ല, ഒരു സ്മോൾ സ്കെയിൽ ബട്ട് പല വലിയ ബഡ്ജറ്റുകൾ ഉള്ള പടങ്ങൾ വെച്ച് നോക്കുമ്പോഴും അതിനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇറ്റ്സ് വെരി കമ്പയർഡ് ടു. എന്നാൽ അത്യാവശ്യം ബഡ്ജറ്റ് ഉണ്ട് പടത്തിന്, ബഡ്ജറ്റ് ഉണ്ട്. പക്ഷേ ബാക്കിയുള്ള ഇൻഡസ്ട്രീസും അതൊക്കെ വെച്ച് നോക്കുമ്പോൾ അവരുടെയൊക്കെ ബോളിവുഡിലൊക്കെ കാരവാൻ ബഡ്ജറ്റ് ആയിരിക്കും നമ്മുടെ
ക്യാരവാനിന് വേണ്ടി വെച്ചിരിക്കുന്ന ബഡ്ജറ്റ് ആയിരിക്കും നമ്മുടെ സിനിമ. പക്ഷേ നല്ല അത്യാവശ്യം നല്ല ബഡ്ജറ്റ് തന്നെ ഉണ്ട് നമ്മുടെ മലയാളത്തിൽ നിന്ന് വെച്ചോ. ഈ പോസ്റ്റ് പ്രൊഡക്ഷൻ എന്തായിരുന്നു? ഡബിങ്ങിലൊക്കെ എന്താ ചെയ്തത് നിങ്ങൾ? ശരി, ഡബ് ഇങ്ങനെ പോകുന്നു, ഇടയ്ക്ക് ഞാൻ ഇടയ്ക്ക് ചില സാധനങ്ങളൊക്കെ കയ്യിൽ നിന്നൊക്കെ ഇടും. അപ്പം കൊള്ളാം, ചിലത് ഞാൻ കട്ട് ചെയ്ത് കളയാം, ചിലത് ഞാൻ വെക്കും, ചിലത് കട്ട് ചെയ്ത് കളയാം. അതുപോലെ തന്നെ സംഭവിച്ചു. കുറെ ഹോണസ്റ്റ് ആണോ? ഭയങ്കര ഹോണസ്റ്റ് ആണ്, സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് പറഞ്ഞാണ് മുഖത്ത് നോക്കി. അപ്പം പിന്നെ നമ്മളെ എന്താ പറയാ, സന്തോഷമാണ്, അതല്ലേ നല്ലത്. ഹാപ്പി ആണെങ്കിൽ ഹാപ്പിയാണ്, സന്തോഷമാണെങ്കിൽ സന്തോഷം. അപ്പൊ പുള്ളി പറയുന്നതൊക്കെ ജെന്യുവൻ ആണ്, നമുക്കത് കേൾക്കുമ്പോൾ മനസ്സിലും പുള്ളി ജെന്യുവൻ ആയിട്ട് അത് പറയാണ്. അത് ഭയങ്കര നല്ല അടിപൊളി. മണിമല രാശാന്റെ എല്ലാ ഇന്റർവ്യൂവിലും സെറ്റിലെ ഫുഡിനെ പറ്റിയിട്ട് ഭയങ്കര പ്രൗഡായിട്ട് എപ്പോഴും പറയാറുണ്ട്. വീട്ടിലെ ഫുഡ് ശരിക്കും എങ്ങനെ? വീട്ടില് ഫുഡ് എൻ്റെ എന്താ പറയുക, നമ്മുടെ വീട്ടിൽ നല്ല ഫുഡ് തന്നെയാണ്, അടിപൊളി ഫുഡ് തന്നെയാണ്. ഇൻ ദ സെൻസ് അച്ഛൻ ഭയങ്കരമായിട്ട്, പക്ഷേ അച്ഛനടുത്ത് പറഞ്ഞു അങ്ങനെ എല്ലാത്തിലും അങ്ങനെ ഭയങ്കര പെർഫെക്ഷൻ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, നമ്മൾ ഇടയ്ക്ക് വയറ് നിറഞ്ഞാൽ മതിയല്ലോ എന്നൊക്കെ ഞാൻ പറയാറുണ്ട്. പക്ഷെ അച്ഛൻ ഫുഡിൻ്റെ കാര്യത്തിൽ ഭയങ്കര എല്ലാം നോക്കും, ഭയങ്കര കെയർഫുള്ളായിട്ട് എല്ലാം. നല്ല ഫുഡിൻ്റെ കാര്യത്തിൽ ഭയങ്കര, അതാണ് ഏറ്റവും അച്ഛൻ്റെ സന്തോഷം കൊടുക്കുന്ന ഒരു സംഭവം. ഈ പ്രൊഡക്ഷനൊക്കെ ചെയ്യുമ്പോഴും നിങ്ങൾ തമ്മിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡിസ്കഷൻ ഉണ്ടാവാറുണ്ടോ? എല്ലാം കുറേ പേര് എന്നെ വിളിച്ച് ചോദിക്കാറുണ്ട്, അവിടെ ഷൂട്ട് കിടപ്പുണ്ടോ, എനിക്കൊന്ന് പോകണം, ഷൂട്ട് കാണാനല്ല ഫുഡ് കഴിക്കാൻ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയൊക്കെ എന്നെ ചിലർ വിളിക്കാറുണ്ട്. ഞാൻ പറഞ്ഞു പിന്നെ ഞാൻ വിളിച്ച് പറയാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അച്ഛൻ്റെ സെറ്റിൽ ഫുഡ് നല്ല അടിപൊളി സാധനങ്ങളാണ്. അച്ഛൻ പറയുന്നതും നല്ല പോയിന്റ് തന്നെയാണ്. ഇപ്പം ഇത്രയും പേര് വർക്ക് ചെയ്യുമ്പം നമുക്ക് ഈ ബ്രേക്ക് ഇടയ്ക്ക് കിട്ടുന്ന ഫ്രീ ടൈം ഈ ബ്രേക്കുകളാണ്, ഭക്ഷണം കഴിക്കാനുള്ള ബ്രേക്കുകൾ. അതിൽ നല്ല ഭക്ഷണം കൂടെ ആണെങ്കിൽ ഉള്ള സന്തോഷം ഭയങ്കരമാണ്. ഇപ്പം നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഇന്ന് ഉച്ചയ്ക്ക് ബിരിയാണിയാണ് നമ്മൾ അറിയുന്നത്. അപ്പൊ നമ്മൾ പിന്നെ ഈ ജോലി ചെയ്യുമ്പോഴൊക്കെ ഉച്ചയ്ക്ക് ബിരിയാണി എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയല്ലേ നമ്മൾ പോകുള്ളൂ. ഉച്ചയ്ക്ക് വേറെ വല്ലതാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചപ്പാത്തിയും കൂട്ടുകറിയാണെന്ന് പറഞ്ഞാൽ നമ്മൾ ശരി ഓക്കെ, അത്രയും പണിയൊന്നും എടുക്കണ്ട, ഇങ്ങനെ ഇരിക്കണം, അങ്ങനെയല്ലേ. അപ്പൊ അതൊരു ഒരു ഐഡിയയും കൂടെയാണ്. ഈ ചോട്ടാമ്പി സെറ്റിലൊക്കെ പോയത് ശരിക്കും ഓർമ്മയുണ്ട്? ചോട്ടാമ്പേട്ട് സെറ്റിൽ അവിടെ ഞാൻ പോയത് ആ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യുന്ന സമയത്താണ്. മറ്റേ ആ ക്രിസ്മസ് അവിടെയാണ് ഞാൻ പോയത്. എനിക്ക് പക്ഷെ വലിയ ഓർമ്മകളൊന്നുമില്ല. ഞാൻ ഇത് നോക്കിക്കൊണ്ടിരുന്നതിൻ്റെ തന്നെ ഇത് ആവും വലിയ ഒരു സാധനം ഉണ്ടാക്കി വെച്ചേക്കും, ഇത് കത്തിക്കും എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ അതൊക്കെ കണ്ടോണ്ടിരുന്നത്. അല്ലാണ്ട് പോയി എങ്ങനെ? അല്ലാതെ പിന്നെ പാവാട സെറ്റിൽ ഒരു ദിവസം പോയിട്ടുണ്ട്, അത് ഓർമ്മയുണ്ട്. അല്ലാതെ പണ്ട് കണ്ണെഴുതി പൊട്ടും തൊട്ടിൻ്റെ സെറ്റിൽ പോയപ്പോൾ ആക്ടർ അബ്ബാസുമായിട്ട് പുള്ളിയായിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത ഓർമ്മകളുണ്ട്. അവിടെ ഒന്നും ഞാൻ ഷൂട്ടിങ് കാര്യങ്ങളൊന്നും അല്ലായിരുന്നു ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ അങ്ങനെ പോകുമ്പോൾ ചുമ്മാ കറങ്ങി കിടക്കൽ അങ്ങനെ പരിപാടിയാണ്. ഇപ്പം പാവാട സെറ്റിൽ പോയപ്പോൾ പൃഥ്വിരാജ് ചേട്ടൻ ഒന്നൊരു പോഷെ കയനുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാനായിട്ട് അതിലൂടെ ഒന്ന് ഫോട്ടോ എടുക്കാനായിട്ട് അങ്ങനെ കറങ്ങി കിടക്കായിരുന്നു. അതൊക്കെയാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ഇനി ശരിക്കും കുറച്ചുകൂടെ നേരത്തെ പറഞ്ഞ റെസ്പോൺസിബിലിറ്റി ആയല്ലോ. ഇനി എടുക്കുന്ന ക്യാരക്ടേഴ്സിനും ആ ഫസ്റ്റ് ഇങ്ങനെ വായിക്കുമ്പോഴും കഥയൊക്കെ കേൾക്കുമ്പോഴും ആ റെസ്പോൺസിബിലിറ്റി മൈൻഡിൽ തീർച്ചയായിട്ടും പറയും. എനിക്ക് കുറച്ചും കൂടെ ആദ്യകാലത്തൊക്കെ എനിക്ക് നോ പറയാനൊക്കെ എനിക്ക് അവരുടെ ഫീലിങ്സിനെ പറ്റി ഞാൻ ആലോചിക്കും. അവരിത്ര എഫേർട്ട് എടുത്തിട്ട് അത് ഇങ്ങനെ അപ്പം ഞാനത് യെസ് പറയും, അഭിനയിക്കണം. പിന്നെ അതിൽ നിന്ന് മറ്റേ മോണിറ്ററി ബെനിഫിറ്റ്സും ഉണ്ട്. അതാണ് അന്ന് പ്രൈമറിലി നോക്കിക്കൊണ്ടിരുന്നത്. ഇപ്പോഴും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഇപ്പോൾ കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു ഒരു ആസ് എൻ ആക്ടർ നല്ല കണ്ടന്റിനോട് നമ്മൾ എന്താ പറയുക, അത് നമ്മളെയും കൂടെ അഫക്റ്റ് ചെയ്യുന്നതാണ്. അപ്പം അത് നോക്കി കണ്ട് ചെയ്യണമെന്നുള്ളൊരു സംഭവം തന്നെയാണ്. ഇത് കഴിഞ്ഞിട്ട് ഓക്കെ പറഞ്ഞ സിനിമകളുണ്ടോ? ഇത് കഴിഞ്ഞിട്ട് ഓക്കെ പറഞ്ഞ സംഭവങ്ങളുണ്ട്. പക്ഷെ അതിൻ്റെ എല്ലാം കുറേ മറ്റേ ഫാക്ടേഴ്സ് ഒരുമിച്ചാകുമ്പോഴേ ആ പടം ഓൺ ആവുള്ളൂ. കുറേ പല സെക്ഷൻസ് ഉണ്ടല്ലോ, അതെല്ലാം ഓക്കെ വരണം. പക്ഷെ ഈ സംസാരത്തിലിരിക്കുന്ന 2-3 പ്രോജക്ട്സ് ഉണ്ട്, എല്ലാം രസമുള്ള സാധനങ്ങൾ തന്നെ. ഈ ഭയങ്കര വില്ലൻ വേഷം ചെയ്യണമെന്ന് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ആഗ്രഹമാണ്. ഒന്നാമത്തെ കാര്യം എന്നെ ഇങ്ങനെ കാണുമ്പോൾ പലരും ഇപ്പോഴും കാണുമ്പോഴൊക്കെ ഇങ്ങനെ മറ്റേ ആ ഒരു ഫേസിൻ്റെ ഒരു മറ്റേ കുട്ടിത്തത്തിൻ്റെ ഒരു സാധനം ഇടയ്ക്കിടയ്ക്കൊക്കെ പറയും. എനിക്കപ്പോൾ അത് ഒരു വില്ലൻ ക്യാരക്ടർ കാണാൻ അവർ ഇതൊക്കെ ബ്രേക്ക് ചെയ്യാന്നൊക്കെ ഇങ്ങനെ ആലോചിക്കും. ഭയങ്കര കൊടൂര വില്ലൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ അടുത്ത പടത്തിൽ ഞാൻ ഒരു 4-5 ഷോർട്ടിലായിട്ടൊക്കെ ഉണ്ട്. ഒരു ടൊവിനോ ചേട്ടൻ്റെ പടം വെച്ച് അവർ തുടങ്ങുന്നുണ്ട് ഉടനെ. അപ്പോൾ അതിൽ ചെറിയൊരു സാധനം അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുന്നു. ഈ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആക്ടറാണ്. ഈ പറഞ്ഞ പോലെ ഒരുപാട് വേഷങ്ങളുള്ള ഞങ്ങൾക്ക് ഇനിയും എന്റർടൈൻ ചെയ്യിക്കണം, ഒരുപാട് കോമഡി റോളുകൾ ചെയ്യണം. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ വില്ലൻ വേഷത്തിലൊക്കെ ഞങ്ങൾ ഭയങ്കരമായിട്ട് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ താങ്ക് യു ഫോർ ദ ടൈം.